ഹലോ. ഇന്നലെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോഴേ ഞാനൊരു പുതിയ ഫ്രൂട്ട് കൂടി വാങ്ങിച്ചു. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങുന്നതും കഴിക്കുന്നതും. പലരും ഇത് വാങ്ങി കഴിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. പലതവണയും ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇത് കടയിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നുവരെ ഞാനത് എടുത്തൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല. എനിക്കിത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് തോന്നി. ഒരൊറ്റ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദേ ഈ ആളാണ് കക്ഷി. കാക്കി ഫ്രൂട്ട് എന്നാണ് കടയിലെ ചേട്ടൻ പറഞ്ഞത്. പേഴ്സിമൺ ഫ്രൂട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനെ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. പക്ഷേ എന്നിരുന്നാലും ആൾ ഭയങ്കര റിച്ച് ആണ് കേട്ടോ. നമ്മുടെ വിറ്റാമിൻ എയുടെയും സിയുടെയും കാര്യത്തിലെ മാത്രമല്ല ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഞാനത് വീട്ടിൽ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലും ഓറഞ്ച് കളർ തന്നെയാണ്, ഒരു ലൈറ്റ് ഓറഞ്ച് കളർ. ഏതാണ്ട് നമ്മുടെ പഴുത്ത പപ്പായൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു കളറില്ലേ, അത് തന്നെ. പക്ഷെ ഞാനിതിനകത്ത് സീഡ്സ് ഒന്നും കണ്ടില്ല കേട്ടോ. ഒരു 4 പീസാക്കിയിട്ട് ഞാനിതിൻ്റെ സ്കിന്നൊന്ന് കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചപ്പോൾ ലിനേഷ് പറഞ്ഞു സ്കിന്നും കഴിക്കാൻ പറ്റും, അത് കളയേണ്ട ആവശ്യമില്ല എന്ന്. ഞാൻ പക്ഷേ ഉള്ളിൽ മാത്രം കഴിച്ചിട്ട് സ്കിന്ന് കളയാണ് കേട്ടോ ചെയ്തത്. പപ്പായയുടെ പോലെ തന്നെയുള്ളൊരു ടേസ്റ്റ് ആണെന്ന് ലിനേഷ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരു പുതിയ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്നാലും ഈ ഫ്രൂട്ടിന് ആരായിരിക്കും കാക്കി ഫ്രൂട്ട് എന്ന് പേരിട്ടത്? അതിൻ്റെ ലോജിക്ക് മാത്രം എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല.